ഇപ്പം എത്ര 80 ലക്ഷം എത്ര ഇപ്പം അധ്യാപക നിയമനത്തിന് ഇപ്പം മേടിക്കുന്നത് 80 ലക്ഷം രൂപ വാങ്ങിക്കുന്നു. ഈ പൈസയൊക്കെ എങ്ങോട്ടാണ് ഈ പൈസ ആ പൈസ പോകുന്നത് 2 ബാറിൽ നിന്നും 98-ലെ 2 ബാറിൽ നിന്നും 2 ഡസൻ ബാറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പൈസ ആണ്. അല്ലാതെ എസ് എൻ ട്രസ്റ്റിലേക്ക് വന്നിട്ടില്ല. ഇവർ പറയുന്ന എസ് എൻ ട്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നു. നമുക്ക് ഒരറ്റം മുതൽ ഇനി ചെമ്പഴന്തി മുതൽ അങ്ങ് കണ്ണൂർ വരെ ഒന്ന് സഞ്ചരിക്കാം. വെള്ളാപ്പള്ളി നടേശൻ്റെ ആളോടും വരട്ടെ, ഞങ്ങളോടൊപ്പം. എനിക്കറിയാം, നമ്മുടെ നാട്ടിലും ഉണ്ട്, ഉണ്ടല്ലോ. ഏത് സ്കൂളിലും ഏത് കോളേജിലും എന്ത് ഡെവലപ്മെൻറ്റാണ് നടന്നത്? ഒന്നും നടക്കുന്നില്ല. എത്ര ഞങ്ങളുടെയൊക്കെ നിയമനത്തിൻ്റെ രേഖ എടുത്ത് നോക്കിയാൽ ഏതാണ്ട് 4000 കോടി രൂപ 4000 കോടി രൂപ നിയമനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അഡ്മിഷൻ്റെ പേരെയൊക്കെ ഉണ്ട്. ഇതിനൊന്നും പിന്നെ തെളിവില്ലല്ലോ, രസീതില്ലല്ലോ. ഞാൻ ഇന്നലെ ഒരാളെന്നൊക്കെ പറഞ്ഞ് 15 ലക്ഷമോ 20 ലക്ഷമോ ഏതാണ്ട് കൊടുത്ത് രസീത് 1 രൂപയ്ക്ക്. 1 രൂപ രസീത് കൊടുത്ത്. ഏത് ഒരാൾ ഇന്നലെ എന്നെ പറഞ്ഞു. അത് ഞാൻ പറയും 1 രൂപയുടെ കിട്ടിയല്ലോ. അതെ, 1 രൂപയുടെ രസീത് അതങ്ങ് പോട്ടെ. നമ്മളിപ്പോൾ ഈ പറയുന്നല്ലോ, ഈ പറയുന്ന ഇപ്പം 80 ലക്ഷമൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് ലിക്വിഡ് ക്യാഷായിട്ടല്ലേ ഈ കൊടുക്കുന്നത്? ലിക്വിഡ് ക്യാഷാണ്, ഒരിക്കലും ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ ഈ ഇപ്പം നമ്മുടെ നിലവിലുള്ള രാജ്യത്തെ നിയമം അനുസരിച്ച് 2 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അത് കയ്യിൽ വയ്ക്കാനും പറ്റില്ല, എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും പറ്റില്ല. ഈ 80 ലക്ഷം രൂപ ഇവർ ചാക്കിനകത്ത് കെട്ടി ഇവർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അവിടെ റെയ്ഡും ഇല്ല, ഒന്നുമില്ല, ഇഡിയും ഇല്ല, ഒന്നും. അവിടെ ഇഡിക്ക് ഞങ്ങൾ പരാതി കൊടുത്തു, ഇൻകം ടാക്സിന് ഞങ്ങൾ പരാതി കൊടുത്തു. എൻ്റെ കോപ്പി ഇരിപ്പുണ്ട്. ഇതുവരെ ഇനി നീ വീണ്ടും കൊടുക്കുക. 2019 വലിയ ഒരുപാട് നിയമനം നടന്നു. ആ നിയമനം നടന്ന സമയത്താണ് ഇടുക്കിയിൽ തുഷാറിൻ്റെ പേരിൽ, തുഷാറിൻ്റെ മോൻ്റെ പേരിൽ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയുടെ പേരിൽ ഏതാണ്ട് 60 കോടി രൂപയുടെ എസ്റ്റേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രേഖയിരിപ്പുണ്ട്. അല്ല, ഇതിനകത്ത് വേറെ ഒരു കാര്യമുള്ളത്, ഈ നിയമിക്കുന്നവർക്കല്ലേ ഇയാൾ പൈസ മേടിച്ച് ഇദ്ദേഹത്തിൻ്റെ കൈവശം വെക്കുന്നു. ഇതിനെല്ലാം സർക്കാർ വേണ്ടേ പൈസ കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ? ഇപ്പോൾ ഏറ്റവും വലിയ ദ്രോഹം, അതായത് അത് ഞാൻ വിജിലൻസ് പരാതി കൊടുക്കാൻ പോകും. എന്നെ എന്ത് വേണം ചെയ്തോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ 89 നിയമനങ്ങൾക്ക് അംഗീകാരം കൊടുത്തു എസ് എൻ ട്രസ്റ്റിൽ. എസ് എൻ ട്രസ്റ്റിനെ സംബന്ധിച്ച് അത് പൂർണ്ണമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതായത് ഈ സ്റ്റാഫ് പാറ്റേണും വിദ്യാർത്ഥിയുടെ അനുവാദവും അതുപോലെ കോഴ്സുകളുടെ അനുവാദവും എടുത്താൽ ഒരു കാരണവശാലും അവിടെ ഒരു നിയമനത്തിനും അർഹതയില്ല. ഇത് മുഴുവൻ നിയമവിരുദ്ധമാണ്.